ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡായിട്ട് കാണുന്നത് ട്യൂട്ടോറിയൽ വീഡിയോസാണ്. അപ്പോൾ ഇനിയും പുതിയ പുതിയ സ്റ്റിച്ചസ് പഠിപ്പിച്ച് തരണം എന്ന് പറഞ്ഞ് കുറേ റിക്വസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ കാണിക്കുന്നതുമായിരിക്കും, അത് പുതിയ ഓരോ സ്റ്റിച്ചസ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് സ്റ്റിച്ചിങ് ആണ് താല്പര്യം, കുറച്ച് ആൾക്കാർക്ക് ഡിസ്പ്ലേ കാണുന്നതാണ് മേടിക്കാൻ താല്പര്യമുള്ള കുറച്ച് ആൾക്കാരും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഡിസ്പ്ലേ ആണെങ്കിൽ മറ്റൊരു ദിവസം നമ്മൾ ട്യൂട്ടോറിയൽ അങ്ങനെയായിട്ടാണ് നമ്മളിപ്പം പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ വെനസ്ഡേയ്സ് ഡിസ്പ്ലേസും സാറ്റർഡേ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വെനസ്ഡേ അടുത്ത തേഴ്സ്ഡേ, നാളെയും നാളത്തെ കഴിഞ്ഞു തേഴ്സ്ഡേയും ഫ്രൈഡേയും കണ്ടിന്യൂസ് 3 ദിവസവും വീഡിയോ ഉണ്ടാക്കും. സാറ്റർഡേ ട്യൂട്ടോറിയൽ വീഡിയോ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഈ 3 ദിവസം വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഡിസ്പ്ലേ ആയിരിക്കും, സാരീസിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും. അത് കഴിഞ്ഞ് സാറ്റർഡേ ആണ് ട്യൂട്ടോറിയൽ വീഡിയോ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക്, ഇതെല്ലാം റെഡി ഫോർ സെയിൽ സാരീസാണ് കാണിക്കുന്നത്, താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇനി ജൂണിൽ റീ ഓപ്പണിംഗ് സമയമാണ്, സ്കൂളുകൾക്ക് ടീച്ചേഴ്സിനൊക്കെ സാരീസിൻ്റെ ആവശ്യമുണ്ടാകും. അതുകൊണ്ട് അനുബന്ധിച്ചാണ് നമ്മൾ ഈ 3 ദിവസം ഡിസ്പ്ലേ കാണിക്കുന്നത്. പിന്നെയുള്ള ബുധനാഴ്ചയും ഡിസ്പ്ലേസ് ആയിരിക്കും. അപ്പം ബുധനാഴ്ചകളിൽ ഡിസ്പ്ലേയും സാറ്റർഡേയ്സിൽ ട്യൂട്ടോറിയൽ വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു 2-3 ആഴ്ച നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാണിക്കാൻ പോകുന്ന സാരീസ് വളരെ പാസ്റ്റൽ ഷെയ്ഡ്സ് ആയിട്ടുള്ള സിൽക്കി കോട്ട സാരീസാണ്. ഇപ്പോൾ മഴയൊക്കെ തുടങ്ങി, അപ്പോൾ സിൽക്കി കോട്ട സാരി ആകുമ്പോൾ നനഞ്ഞാലും പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും, അലക്കി ഉണങ്ങാനൊക്കെ നമുക്ക് എളുപ്പമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇപ്പോൾ വളരെ ലാവൻഡർ ഷെയ്ഡ്, സീ ഗ്രീൻ കളറ്, ആഷ്, വളരെ ലൈറ്റ് പൗഡേർഡ് ആഷ് എന്നൊക്കെ പറഞ്ഞാൽ ആ കളറ്, ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. അതിൻ്റെ അകത്ത് വളരെ ലൈറ്റ് കളർ കോമ്പിനേഷനുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബ്രൈറ്റ് കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻസ് അല്ല, എല്ലാം റീസണബിൾ റേറ്റിൽ, അഫോർഡബിൾ റേറ്റിൽ, അത്യാവശ്യം നല്ല എംബ്രോയ്ഡറി ഉള്ള സാരീസാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഉടനെ തന്നെ മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ സാരീസും ഇൻഡിവിജ്വലി കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി, ലൈറ്റ് ലാവൻഡർ സിൽക്കി കോട്ട സാരിയാണ്. അതിൻ്റെ അകത്താണ് നമ്മൾ ലാവൻഡറിൻ്റെ തന്നെ ഡബിൾ ഷെയ്ഡ് ത്രെഡ്, ഇത് പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ ആണെങ്കിലും ഡബിൾ ഷെയ്ഡഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഫ്ലവേഴ്സിന് കൊടുത്തിരിക്കുന്നു. ഫിഷ് ബോൺ ഫ്ലൈ സ്റ്റിച്ചാണ് ലീവ്സിന് കൊടുത്തിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ചും. അപ്പോൾ എൻ്റെ ഫ്ലവേഴ്സിൻ്റെ നടുക്ക് നമ്മളൊന്നും കൊടുത്തിട്ടില്ല, ഇതുപോലെ തന്നെ. ഇത് പ്രായമായ ആൾക്കാർക്കൊക്കെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനുമാണ്. നമ്മൾ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് സാരിയുടെ അകത്ത് ലൈറ്റ് ലാവൻഡറിൻ്റെ തന്നെ ഡബിൾ ഷെയ്ഡ് ത്രെഡ്, വൈറ്റും ലൈറ്റ് ലാവൻഡറും കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡ് ലാവൻഡറും കൂടെ ആയിട്ടുള്ള ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ മുന്താണിയിലുണ്ട്. പിന്നെ വരുന്നിട്ട് റണ്ണിങ് പോർഷനിൽ അതിൻ്റെ ഒരു കുഞ്ഞു ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 ഡിസൈനാണ് വരുന്നത്. ഒരു വലുത് വരുന്നുണ്ട്, പിന്നെ ഒരു കുഞ്ഞത്, പിന്നെ ഒരു വലുത്, അങ്ങനെ 3 ഡിസൈനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലുത്, കുഞ്ഞത്, പിന്നെ ഒരു വലുത്, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഫുള്ളും കവർ ചെയ്ത് ഉള്ള ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്ലൗസ് പീസ് പറയുകയാണെങ്കിൽ ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് ത്രെഡ് എന്ന് വെച്ചാൽ ഡാർക്ക് ഷെയ്ഡ് ഇട്ടിട്ട് ബ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും വരുന്നുണ്ട്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇത് ഇതുപോലെയാണ് സ്റ്റാൻഡിങ് പൊസിഷനിൽ, ഇതുപോലത്തെ ഒരു ഡിസൈനാണ് സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. ഇതിൻ്റെ റേറ്റ് 1749 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു സീ ഗ്രീൻ കളർ സാരിയാണ്, സിൽക്കി കോട്ട സാരിയിൽ. ഇതിൻ്റെ അകത്തും ലാവൻഡറിൻ്റെ ആദ്യം കണ്ട സാരിത്ത് സെയിം ത്രെഡ് കോമ്പിനേഷനാണ്, കളറാണ് ത്രെഡ്, ഡബിൾ ഷെയ്ഡഡ് ത്രെഡാണ്. അപ്പം ഇത് സ്പൈഡർ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞു സ്പൈഡർ സ്റ്റിച്ചസ് ആണ്, ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചില ഫ്ലവേഴ്സൊക്കെ ലാവൻഡർ ഷെയ്ഡും, ചിലതൊക്കെ വൈറ്റായിട്ടും, ചിലതൊക്കെ തീരെ ലൈറ്റായിട്ടുള്ള ലാവൻഡറുമാണ് നമ്മളൊക്കെ ഡിസൈനിൽ കാണുന്നത്.
ലീവ്സും സ്റ്റെമ്മൊക്കെ തയ്ച്ചേക്കുന്ന ഒരു ലൈറ്റ് ഒലീവ് ഗ്രീൻ കളർ ത്രെഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ മുന്താണിയിൽ വരുന്നുണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ, ഒരു കുഞ്ഞ് ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ മുന്താണിയിൽ കണ്ടുപോലത്തെ ഒരു വലുത്, പിന്നെ ഒരു കുഞ്ഞത്, വലുത്, പിന്നെ ഒരു കുഞ്ഞത്, പിന്നെ ഒരു വലുത്, അങ്ങനെ 3 പാറ്റേൺസാണ് മുന്താണിയിൽ ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതുപോലെയാണ് വരുന്നത്. ഇതുപോലെ 3 ഡിസൈൻസാണ് ഷോൾഡർ പ്ലീറ്റിൽ. അപ്പോൾ ഫ്രണ്ടിൽ ഫുള്ളും കവർ ചെയ്ത് ഒരു ഡിസൈൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഈ സെയിം ഡിസൈൻ തന്നെ സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് സ്റ്റാൻഡിങ് പൊസിഷനിൽ കാലിൻ്റെ അവിടെ വരുന്ന ഡിസൈനാണ് ഇത്. ഇങ്ങനെ ഒരു ഡിസൈൻ കാലിൻ്റെ അവിടെയുണ്ട്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെയും റേറ്റ് 1749 ആണ്. 1749 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു ലൈറ്റ് ആഷ് കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് ലൈറ്റ് പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡഡ് ത്രെഡ് യൂസ് ചെയ്ത ബ്ലാങ്കറ്റ് സ്റ്റിച്ചും, അതുപോലെ തന്നെ ഗ്രീൻ ആണെങ്കിലും ഡബിൾ ഷെയ്ഡഡ് ത്രെഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നടുക്ക് കൊടുത്തിരിക്കുന്ന ഒരു റെഡ് കളർ ഫ്രഞ്ച് നോട്ടുമാണ്. അപ്പം ഇങ്ങനെയാണ് മുന്താണിൻ്റെ ഒരറ്റത്ത് ഒത്തിരി വലിയ ഡിസൈൻ അല്ല, ഒരു 6 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു പാറ്റേൺ. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിലും ആ സെയിം പാറ്റേൺ വരുന്നുണ്ട് ഒരെണ്ണം. അത് കഴിഞ്ഞ് ഷോൾഡർ പ്ലീറ്റിൽ അതുപോലത്തെ 3 പാറ്റേൺസാണ് വരുന്നത്. ഒരെണ്ണം കഴിഞ്ഞിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് അടുത്തത്, പിന്നെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് അടുത്ത്. അപ്പോൾ ഫ്രണ്ട് ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെയും വർക്ക് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇതുപോലെ 3 പാറ്റേൺസാണ് ഫ്രണ്ടിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതുപോലെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്ന പാറ്റേൺ. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1449 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് വീണ്ടും ഒരു ലൈറ്റ് ആഷ് കളർ സിൽക്കി കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് ലെമൺ യെല്ലോയുടെ ഡബിൾ ഷെയ്ഡഡ് ത്രെഡ് യൂസ് ചെയ്ത് ലേസി ഡേസിയും, അതുപോലെ തന്നെ ലീവ്സ് ആണെങ്കിലും വളരെ ലൈറ്റ് ഒലീവ് ഗ്രീനുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതും എല്ലാം ലൈറ്റ് ഷെയ്ഡ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം. അങ്ങനെ മുന്താണിയിൽ ഒരു ഡിസൈൻ കഴിഞ്ഞ് റണ്ണിങ് പോർഷനിലും ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ് വരുന്നത്. ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് അടുത്ത ഡിസൈൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡിസൈൻ, അങ്ങനെ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതുപോലെ 3 ഡിസൈൻ ഷോൾഡർ പ്ലീറ്റിൽ വരുന്നുണ്ട്. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ ഉണ്ട് സ്റ്റാൻഡിങ് പൊസിഷനിൽ. അപ്പോൾ ഇതിന് ബ്ലൗസ് പീസ് ഇടുവാണെങ്കിൽ സെയിം ആഷ് കളർ 2x2 ബ്ലൗസ് പീസ് ഇടാം. അതല്ല ലെമൺ യെല്ലോ അല്ല, ബേബി യെല്ലോ എന്ന് പറയാം. ബേബി യെല്ലോ കളർ ത്രെഡ് കളറിൻ്റെ ബ്ലൗസ് പീസ് ഇട്ടാലും നല്ലതായിരിക്കും. ആഷ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്, എല്ലാവർക്കും ചേരുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബെഡ്ഷീറ്റും ഇതും ഇട്ടും സാരിയായിട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ആഷ് ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷൻ്റെ. അപ്പോൾ ബ്ലൗസ് പീസ് ഈ ഒരു യെല്ലോ കളർ ഇടുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ ഗ്രേ ലൈറ്റ് ആഷ് ഇട്ടാലും നല്ലത് തന്നെ. അപ്പോൾ ഇതിൻ്റെ അകത്തും 6 ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1549 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് കാണിച്ച 4 സാരീസും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ സാരീസ് കാണണമെങ്കിൽ തേഴ്സ്ഡേയും ഫ്രൈഡേയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സെയിം ടൈം ആയിരിക്കും, 10 o'clock പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.